ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഫിസിക്സിലെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫോഴ്സ് എന്ന്. നമ്മൾ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച സാധനമാണ് എന്താണ് ഫോഴ്സ് എന്നല്ലേ. ഒരു ഒബ്ജക്റ്റിൽ പുഷ് അല്ലെങ്കിൽ പുൾ ചെയ്ത് കഴിഞ്ഞാൽ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കാൾഡ് ഫോഴ്സ് അല്ലേ. നമ്മൾ അങ്ങനെയാണ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്, ടഗ് ഓഫ് വാർ, വടംവലി മത്സരമാണ്. രണ്ട് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, ടഗ് ഓഫ് വാറിൽ മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു പിക്ചറാണ്. ഓക്കെ, നമുക്കറിയാം വടംവലി മത്സരത്തിന്റെ നിയമം നമുക്കറിയാം. ഇരു ടീമുകൾ അപ്പുറം ഇപ്പുറം നിന്ന് വലിക്കുന്നു. ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു, അവർ ജയിക്കുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. ശ്രദ്ധിച്ചു നോക്കിയേ, രണ്ട് ടീമുകൾ, ഒരു ടീം, ഒരു സൈഡിൽ പെൺകുട്ടിയുടെ ടീമുകളും ഇപ്പുറത്തെ സൈഡിൽ ആൺകുട്ടിയുടെ ടീമുകളും അല്ലേ. രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും ആരാണ്. ആ പെൺകുട്ടികളുടെ ടീമാണ് ഇവിടെ വിജയിച്ച് പോകുന്നത് അല്ലേ. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഒരു ഓബ്ജക്റ്റിൽ ഇപ്പൊ ഈ കയറിൽ, ഈ റോപ്പിൽ രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. പെൺകുട്ടികളും ഫോഴ്സ് കൊടുക്കുന്നു, ആൺകുട്ടികളും എന്ത് ചെയ്യുന്നു, ഫോഴ്സ് കൊടുക്കുന്നു. ആ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൽ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഒരു ഫോഴ്സ് മാത്രമല്ല അല്ലെ, ഒന്നിൽ കൂടുതൽ ഫോഴ്സ് എന്തെങ്കിലും ആക്ട് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് ഈ വടംവലി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തെ മൊത്തം ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ എല്ലാത്തിന്റെയും സമ്മായിരിക്കും. അങ്ങനെ കിട്ടുന്ന സമ്മിനെ നമ്മൾ വിളിക്കും റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, രണ്ട് ടീമുകൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടത്തെ ഈ പെൺകുട്ടികൾ കൊടുക്കുന്ന ഫോഴ്സിന്റെയും ആൺകുട്ടികൾ കൊടുക്കുന്ന ഫോഴ്സിന്റെയും ടോട്ടൽ സമ്മാണെന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ് അല്ലേ. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിന്റെയും കൂടെ സമ്മാണെന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ്. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പോൾ ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ ഒരു വാല്യൂ പോസിറ്റീവും മറ്റേ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. യൂഷ്വലി നമ്മൾ എടുക്കുന്ന പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്തോന്നാണ്, ഗ്രേറ്റർ വാല്യൂ. നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത് എന്തോന്നായിരിക്കും, ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, പോസിറ്റീവ് വാല്യൂ ആയിട്ട് ആ ഗേൾസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പോസിറ്റീവ് വാല്യൂ ആയിട്ടും ബോയ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്തായിട്ടും എടുക്കാൻ പറ്റും, നെഗറ്റീവ് വാല്യൂ ആയിട്ടും എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത്, നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറയാൻ സാധിക്കുന്നത്. When more than one force applied on an object at the same time, the sum of force acting will be effective force or resultant force. നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നു, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ എല്ലാം ഇവിടെ സം ആയിരിക്കും. അതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു, റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. If the force in a particular direction is considered as positive, the force in the opposite direction is taken as negative direction. Okay, ഇനി നമ്മൾ ഫോഴ്സ് എടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഗർ നമുക്ക് അനലൈസ് ചെയ്യാം. നോക്കിക്കേ, 6 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം നോക്കിക്കേ, രണ്ട് കുട്ടികൾ ചേർന്ന് 150 ഫോഴ്സ് ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യാണ്, ഒരു മേശയിൽ ഇരിക്കുകയാണ്. അപ്പുറത്തൊന്നും വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും, ഈ പറയുന്ന 150 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, 150 ഫോഴ്സ് ഒരു മേശയുടെ ഇപ്പുറത്ത് നിന്ന്
150 ന്യൂട്ടൺ ഫോഴ്സ് ഒരു മേശയുടെ അപ്പുറത്ത് നിന്ന് ആക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരെണ്ണത്തിന് പോസിറ്റീവ് എടുക്കും, ഒരെണ്ണത്തിന് നെഗറ്റീവ് എടുക്കും. ഇവിടെ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണോ എടുക്കാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ടിന്റെ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. എത്രയായിരിക്കും? 0 അല്ലെ? 150 ഫോഴ്സ് നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? -150 എടുക്കാം. അപ്പൊ 150 - 150 എത്രയായി? 0 ആയി. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ കേസ് റിസൾട്ടന്റ് ഫോഴ്സ് എത്രയെന്ന് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ കേസിലേക്ക് പോവാം. 150 ന്യൂട്ടൺ ഫോഴ്സ് മേശയുടെ ഒരു വശത്ത് നിന്നും 120 ന്യൂട്ടൺ ഫോഴ്സ് മേശയുടെ മറുവശത്ത് നിന്നും കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ പ്രകാരം 150 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുക്കും നമ്മൾ പോസിറ്റീവ് ആയിട്ടും, 120 ന്യൂട്ടൺ ഫോഴ്സ് എങ്ങനെയും എടുക്കും? നെഗറ്റീവും എടുക്കും. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എത്ര കിട്ടി? 150 - 120 = what? 30 ന്യൂട്ടൺ എന്ന് കിട്ടും. എത്ര കിട്ടും? 30 ന്യൂട്ടൺ. ഇനി നാലാമത്തെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ 300 ന്യൂട്ടൺ ഫോഴ്സ് ഒരാള് കൊടുക്കുകയാണ് അല്ലെ? 300 ന്യൂട്ടൺ ഫോഴ്സ് ആര് കൊടുക്കുകയാണ്? ഒരാള് കൊടുക്കുന്നതാണ്. അപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് എത്ര കിട്ടും? 300 ന്യൂട്ടൺ എന്ന് തന്നെ കിട്ടുന്നു. നെക്സ്റ്റ് നോക്കിക്കേ, അഞ്ചാമത്തത് 200 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ നിന്ന് കൊടുക്കുകയാണ്, ഒരു സൈഡിൽ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും ടോട്ടൽ ഫോഴ്സ് എത്ര തന്നെ കിട്ടുന്നു? 200 ന്യൂട്ടൺ തന്നെ കിട്ടുന്നു. ആറാമത്തെ ഫിഗർ 200 ന്യൂട്ടൺ ഒരു സൈഡിൽ നിന്നും 200 ന്യൂട്ടൺ അപ്പുറത്തെ സൈഡിൽ നിന്നും കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടും കൂടി ഒന്ന് മൈനസ് എടുക്കുന്നു, ഒന്ന് പ്ലസ് എടുക്കുന്നു. അപ്പൊ എന്തോന്നും ക്യാൻസൽ ചെയ്ത് പോയി 0 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഈ ഫിഗറിൽ നടക്കുന്ന ഫോഴ്സിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന കൺസെപ്റ്റ് പഠിക്കുന്നത്. നോക്കിക്കേ, the force acting on a body is said to be balanced forces if the resultant force is 0. Such forces can neither move an object at rest nor change the direction or speed of an object in motion. ഒരു ഓബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ് ഫോഴ്സസ് ആണെങ്കിൽ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കുന്നു? 0 ആയിരിക്കുന്നു. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്തോന്നാണ്? ആ ഫോഴ്സ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റിനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഓക്കെ, അതിൽ തന്നെ ആയിരിക്കും, റെസ്റ്റിൽ തന്നെ ആയിരിക്കും. മീൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ വ്യത്യാസമില്ല, അതുപോലെ തന്നെ ഡയറക്ഷന് വ്യത്യാസമില്ല, സ്പീഡിൽ എന്തില്ല? വ്യത്യാസമില്ല. ഇതാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്ന കാര്യം. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം? അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ പ്രത്യേകത അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തല്ല? 0 അല്ല. The force acting on a body is said to be unbalanced forces if the resultant force is not 0. Such forces can either move an object at rest or change the direction or speed of an object in motion. അങ്ങനെയുള്ള ഫോഴ്സസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓബ്ജക്റ്റിനെ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എന്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും? സ്പീഡും എന്ത് ചെയ്യാൻ സാധിക്കും? സ്പീഡ് വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഡെയിലി ലൈഫിൽ കണ്ടിരുന്ന 2-3 എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫുട്ബോൾ കളിക്കുന്നത്, അതുപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന കാർ എന്ത് ചെയ്യുന്നത്? തള്ളുന്നത്, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളിലൊക്കെ നമുക്കറിയാം ട്രോളി, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ട്രോളി തള്ളിയിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? An unbalanced force acting on an object either changes or tends to change its state of rest, state of motion, direction of motion, direction or speed of motion. അല്ലെ? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എന്തൊക്കെ ചേഞ്ച് ചെയ്യും? അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ എന്ത് ചെയ്യിക്കാൻ സാധിക്കും? ചേഞ്ച് ചെയ്യിക്കാൻ സാധിക്കും. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ എന്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? മോഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെ എന്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെ? ഡയറക്ഷൻ ഓഫ് മോഷൻ, മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് സ്പീഡ് ഓഫ് മോഷൻ, മൂവ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? അൺബാലൻസ്ഡ് ഫോഴ്സസിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ് ഈ പറയുന്ന ഈ ചേഞ്ചുകളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത് സംഭവിച്ചോടെ? അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.